അങ്ങോട്ട് ഒഴിക്കേ. നല്ല സൂപ്പർ ടേസ്റ്റായിട്ടുള്ള പനീർ കറിയാണ്. ചപ്പാത്തിയിലോട്ട് ഒഴിച്ച് കാണിച്ചേ. ഓക്കെ, അടിപൊളി ടേസ്റ്റായിട്ടുള്ളൊരു പനീർ മസാല. ഹലോ, വെൽക്കം ടു അജി കിച്ചൺ. ഇന്ന് ഞാനൊരു പനീർ മസാല ഉണ്ടാക്കാൻ പോണേ. അതിന് വേണ്ടിയിട്ട് ഇതൊരു 350 ഗ്രാം പനീറുണ്ട്. അതിൽ 50 ഗ്രാം പനീർ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് 300 ഗ്രാം ഉണ്ടേ. നമുക്ക് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതിനകത്ത് ഒരു അര ടീസ്പൂണോളം ജിഞ്ചറും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ കുഞ്ഞായിട്ട് അരിഞ്ഞതേ അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുത്ത്, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്ത്, ഇതിനകത്ത് 2 ടീസ്പൂൺ തൈര് ഒഴിച്ചു കൊടുത്ത്, ഇതിനാവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കേ. എന്നുവെച്ചാൽ ഈ മസാലയ്ക്ക് ഒരു 1/4 ടീസ്പൂണോളം. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യേ. ഇതിനകത്തൊരു ശകലം വെജിറ്റബിൾ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കേ. ഒരു ടീസ്പൂണോളെ. ഇതൊക്കെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. അധികം സമയമൊന്നും വെക്കണ്ട. നമ്മൾ മസാല റെഡിയാക്കത്തില്ലേ, അതുവരെ ഇരുന്നാൽ മതി. ഓക്കെ, ഇതിവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ച് നമ്മുടെ പനീർ മസാല ഇവിടെ ഇരിപ്പുണ്ടേ. ഇതിനകത്ത് ഒരു ഇടത്തര ഉള്ളി അരിഞ്ഞത്, സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്ത്, ഇതിലോട്ട് നമ്മളിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ക്യാപ്സിക്കം എടുക്കത്തില്ലേ, അതിനകത്തുനിന്ന് 4 കഷ്ണം ക്യാപ്സിക്കം ഇട്ട് കൊടുത്ത്, പിന്നെ അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ എടുത്തു വെച്ച പനീറില്ലേ അതും ഇട്ട് കൊടുത്ത്, ഇതിനകത്തോട്ട് ഇടത്തരമുള്ള ചെറിയ 2 തക്കാളി അരിഞ്ഞതും ഇട്ട് കൊടുക്കേ. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഓക്കെ, നമ്മുടെ തക്കാളിയും പനീറും ക്യാപ്സിക്കും സവാളയൊക്കെ അരച്ചത് റെഡിയായേ. ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് ഗ്യാസ് ഓണാക്കാം. ഒരു കടായി അടുപ്പി വെച്ചിട്ടുണ്ട്. ഗ്യാസ് ഓണാക്കെ. പാത്രം ചൂടാവട്ടെ. ചൂടായ പാത്രത്തിലോട്ട് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കേ. ഒരു 2 സ്പൂണോളം ഉണ്ടേ. 2 സ്പൂണല്ല, 2 ടേബിൾ സ്പൂണോളം ഉണ്ടേ. എണ്ണ ചൂടാവട്ടെ. അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഒന്ന് ചൂടാവട്ടെ. ഈ ചൂടായ എണ്ണയിലോട്ട് ഒരു 2-2.5 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക്, ഒരു 4 പച്ചമുളക് കുഞ്ഞുകുഞ്ഞായിട്ട് അരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു കഷ്ണം ഇഞ്ചി കുഞ്ഞുകുഞ്ഞായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു 10-16 കുച്ചു വെളുത്തുള്ളി അത് അരിഞ്ഞതാണിത്. അതിനകത്ത് ഞാനിപ്പം ഇതിനകത്ത് മസാലയിൽ ഇച്ചിരി 1/4 ടീസ്പൂൺ 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് പനീറിൻ്റെ കൂടെ. അതിൻ്റെ ബാക്കിയാണിത്. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ മണമൊന്ന് പച്ച മണമൊന്ന് മാറി വരട്ടെ. നമ്മുടെ ഈ മസാല വഴന്നു വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ സ്റ്റൗ ഓണാക്കേ. ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടാവട്ടെ. ഇനി ഇതിലോട്ട്
നമ്മളിപ്പോൾ ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മസാലയില്ലേ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കേ. വെളുത്തുള്ളിയല്ല, സവോളയും പനീറും ഒക്കെ ക്യാപ്സിക്കം ഒക്കെ ഇട്ട് അരച്ചില്ലേ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വഴന്ന് വരട്ടെ. നമ്മളിവിടെ എണ്ണ ചൂടായി. ഈ എണ്ണയിലോട്ട് 2 ഇടത്തരം ക്യാപ്സിക്കവും 2 ഇടത്തരം സവാളയും അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഈ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കേ. ഈ മീഡിയത്തിടാം, ഒന്ന് വഴറ്റിയെടുക്കാം. അതുകൂടെ ഇത് ഇളക്കി കൊടുക്കേ. ഇത് നല്ല വഴന്ന് കിട്ടണം. ആ സവാളയുടെയും ക്യാപ്സിക്കത്തിൻ്റെയൊക്കെ പച്ച മണം മാറി കിട്ടണം. ഇതൊന്ന് വഴന്ന് വരട്ടെ. നമ്മുടെ ക്യാപ്സിക്കവും സവാളയൊക്കെ വഴന്ന് കിട്ടേ. ഇത് ഞാൻ ഗ്യാസ് സിമ്മിലാക്കാം. ഗ്യാസ് ഓഫാക്കിയിട്ടില്ല. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഈ പാനിൽ തന്നെ ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ പാനിൽ തന്നെ നമ്മളിപ്പം മസാല റെഡിയാക്കിയിട്ട് പനീർ വെച്ചിട്ടില്ലേ അത് ഇതിനകത്ത് ഇട്ട് കൊടുക്കേ. ആ എണ്ണയും മതിയേ, ഓയിൽ അത് മാത്രം മതി. ഓക്കെ, ഇതൊന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്നൊരു മസാലയാണിത്, പനീർ മസാല. ഇതും അങ്ങ് ഫ്രൈ ആക്കി എടുക്കേണ്ട, ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഈ ഒരു ശകലവും കൂടെ കൂട്ടെ. സിമ്മിനും മീഡിയത്തിനും ഇടയിൽ വെക്കേ. ഒന്നുകൂടെ ഒന്ന് വഴന്ന് വെക്കട്ടെ. ഓക്കെ, നമ്മുടെ മസാല നല്ല വഴന്ന് കിട്ടി. നമ്മുടെ ക്യാപ്സിക്കം അല്ല പനീറ്, അതും ഒന്ന് ഇളക്കി കൊടുക്കാം. അത് മൊരിയൊന്നും വേണ്ട, ചെറുതായിട്ട് നിന്ന് ഇളക്കി കൊടുത്താൽ മതി. മതി, ഇത്രയും മതി. ഒരു 2 മിനിറ്റ് സിമ്മിൽ കിടന്നാൽ മതി. ഗ്യാസ് ഓഫാക്കുകയാണ്. ഇനി ഇതിനകത്ത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത്, ചെറിയൊരു ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്ത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തേ. ഇതെല്ലാം നല്ല മിക്സ് ചെയ്യാം. ഇനി ഇതിനകത്ത് 1/4 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ജീരകപ്പൊടി ഇട്ട് കൊടുക്കേ. 1/4 ടീസ്പൂൺ. ഈ സിമ്മിൽ വെക്കാം. ഇനി ഇതിനകത്ത് ഒരു 3-4 ടേബിൾ സ്പൂൺ തൈര് അതൊഴിച്ച് കൊടുത്ത് ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിനകത്ത് നമുക്ക് മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേ. ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കട്ടെ. ആ തൈരിൻ്റെ പച്ച മണമൊക്കെ ഇല്ലേ, പച്ച ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടും. അധികം പുളിയില്ലാത്ത തൈരായിരിക്കണേ. മതിയേ, നമ്മുടെ തൈരൊക്കെ നല്ല വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമ്മൾ മിക്സി കഴുകിയ ജാറ് കഴുകിയ വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കേ. ഇനി ഇതിനകത്ത് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. കറിക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്.
ഇതിനകത്ത് നമ്മുടെ തൈരിൻ്റെ അതും കൂടെ കഴുകി ഒഴിച്ചാൽ അത് ഡപ്പയും കൂടെ കഴുകി ഒഴിച്ചാൽ ബൗളും കൂടെ തീ ഫുള്ളിൽ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് കവർ ചെയ്ത് കൊടുക്കാം, ഒന്ന് തിളയ്ക്കട്ടെ. നമുക്കിത് കവർ ചെയ്ത് കൊടുക്കാം. ഇത് തിളച്ച് കിട്ടേ. നമ്മൾ നോക്കിയ കറി ഒരു 3 മിനിറ്റോളം ഇതിനായിട്ട് തിളപ്പിച്ചിട്ടുണ്ടേ. നോക്കാം, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് നമ്മൾ ഈ റെഡിയാക്കി വെച്ചേക്കുന്ന ഇതില്ലേ പനീർ, അതിട്ട് കൊടുക്കാം. അതിനകത്ത് ചേർത്തേക്കുന്ന പച്ചമുളകും പിന്നെ ഇഞ്ചിയും അതിൻ്റെയൊക്കെ ആ പച്ച മണമൊന്ന് മാറുന്നതിന് വരെ നമ്മൾ പനീറൊന്ന് വഴറ്റിയെടുത്താൽ മതിയേ, ഫ്രൈ ആക്കരുത്. ഓക്കെ, ഇനി ഇതിനകത്ത് ഒരു 1/2 ടീസ്പൂണോളം കസൂരി മേത്തി ഇട്ട് കൊടുക്കാം. ഇതൊരു 2 മിനിറ്റ് ഇങ്ങനെ അവിടെ തിളയ്ക്കട്ടെ. തീ മീഡിയത്തിൽ വെച്ച് കൊടുക്കാം. 2 മിനിറ്റ് കഴിയട്ടെ. നമ്മുടെ പനീർ നോക്കാം. ഇപ്പോൾ ഒരു 1.5 മിനിറ്റോളം ആയി. ഇനി ഇതിനകത്ത് നമ്മളിപ്പോൾ ഈ റെഡിയാക്കി വെച്ചേക്കുന്ന സവാളയും ക്യാപ്സിക്കം ഇല്ലേ, അതുമൊക്കെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്യാം. നല്ല മണം. ഇനി ഇതും ഇതുപോലെ ഒരു 1-1.5-2 മിനിറ്റോളം കിടക്കട്ടെ. പനീർ നോക്കിയാലോ, ഇപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റ് ആവാറായി. സിമ്മി കിടക്കുകയാണ്. ഓക്കെ, ഇത് മണവാന്നറിയാവോ, ആ ഓയിലൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പർ. ഇതൊന്നും വെന്ത് പോയിട്ടില്ല കേട്ടോ. ഈ ക്യാപ്സിക്കവും ഉള്ളി സവാളയൊന്നും വെന്തിട്ടില്ല. എല്ലാം നല്ല പരുവത്തിന് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നോക്കി നല്ല സോഫ്റ്റാണിത്. കാര്യം നമ്മൾ ഒരുപാടിട്ട് ഓവർ കുക്ക് ചെയ്തിട്ടില്ല. എന്താ, ഞാനിന്ന് 2 ചപ്പാത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫാക്കുകയാണ്. അല്ല, ഇത് ഗ്യാസ് ഓഫാക്കിയിട്ട് ഇതിനകത്ത് കുറച്ച് ഫ്രഷ് മല്ലിയില ഇട്ട് കൊടുക്കേ. ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ കറി ഇങ്ങോട്ട് ഒഴിക്കേ. നല്ല സൂപ്പർ ടേസ്റ്റായിട്ടുള്ള പനീർ കറിയാണ്. നല്ലൊരു പനീർ മസാലയാണ്. ചപ്പാത്തിയിലോട്ട് ഒഴിച്ച് കാണിച്ചതേ. ഓക്കെ, അടിപൊളി ടേസ്റ്റായിട്ടുള്ളൊരു പനീർ മസാല. നല്ല ടേസ്റ്റാണ്. ഡിന്നറിനായാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായാലും. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.